നാട്ടിൽ വളരെ നല്ല കാര്യങ്ങൾ ചെയ്ത തനിക്കും ഭീഷണി ഉണ്ടായി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി മൊഴിഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിൽ അങ്ങ് ലോകം ചുറ്റൽ നിർത്തി എവിടെയെങ്കിലും സ്വസ്ഥമായി ഇരിക്കണമെന്നാണ് ഉണർത്താനുള്ളത്. ഇനി ഇതിലും നല്ല കാര്യങ്ങൾ ജനങ്ങൾക്കായി ചെയ്ത് അങ്ങേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രാജ്യം പട്ടിണിയായി പോകുമല്ലോ എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് ഇന്നത്തെ കലാപരിപാടികൾ ആരംഭിക്കട്ടെ. ലോ അക്കാദമിക്ക് മുന്നിൽ മുരളിമാർ സമരം ചെയ്തതിനെ വിമർശിച്ച് സഖാവ് ഉഴവൂർ ഗാന്ധി. നിരാഹാരം കിടക്കുന്നവൻ അങ്ങനെ ചാടി എണീക്കാൻ പറ്റുമോ? അപ്പോൾ ഒരല്പം ആഹാരം കഴിച്ചു കാണാം. ബീഫാണ് കഴിച്ചതെന്നൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഒരു മുരളി കിടന്നപ്പോൾ മറ്റേ മുരളി ഒന്ന് മുരണ്ടു. കോബി സഖ്യമുണ്ടാകുന്നത് എങ്ങനെയെന്ന് വിശദമാക്കി ഉഴവൂർ. ഉമ്മനം ചേട്ടനെ കാണുമ്പോൾ ഒറ്റ പെടുത്താണ്. ഉമ്മനം ചേട്ടൻ്റെ കുങ്കുമക്കുറി സുധീരിൻ്റെ നെറ്റിയിലോട്ടാണ് വരുന്നത്. തനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് കെ മുരളീധരൻ. പ്രിൻസിപ്പളിന്റെ രാജി വരെ ഈ നിരാഹാര സമരമായിട്ട് മുന്നോട്ട് പോകും. എനിക്ക് വിശപ്പെടൂ, 7 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. മുരളിയുടെ ഉണ്ണാവ്രതത്തിനിടെ UDFന്റെ കല്യാണ കൂട്ടായ്മ. മണവാളന്റെ കസേര ഒഴിഞ്ഞെടുക്കാണല്ലോ. കക്ഷി എവിടെ? കളി തന്നോട് വേണ്ടെന്നും തനിക്കൊരു എല്ല് കൂടുതലാണെന്നും ജേക്കബ് തോമസ്. അല്ലെങ്കിൽ എപ്പോഴും ഒരു എല്ല് കൂടുതലായി അയാൾക്ക്. കളി എന്നോടും വേണ്ട സർ. No, why? Because I have an extra bond. As you said, ഒരു എല്ല് കൂടുതലാണ് എനിക്ക്. തത്തയുടെ ശുദ്ധി കലശത്തിൽ പേടിച്ച് വിറച്ച് ഭരണ ഉദ്യോഗസ്ഥ വൃന്ദം. നിന്നിനും തെമ്മാടിയും അവിവേകിയും പിന്നെ മാമൂലികളെ ധിക്കരിക്കുന്നവൻ, ഇദ്ദേഹത്തെ പോലുള്ള പൊതുപ്രവർത്തകർക്ക് പുല്ലുവില കൽപ്പിക്കാത്തവൻ. ഇതൊക്കെയല്ലേ സാർ കൺക്ലൂഷൻസ്? അങ്ങനെ നാവിട്ടടിച്ച് കേമനാവാൻ നോക്കണ്ട. വ്യത്യസ്ത ഊരാക്കുടുക്ക് പരിപാടിക്ക് തുടക്കമിട്ട് ആരോഗ്യമന്ത്രി. തുടങ്ങാല്ലേ മക്കളെ? നമുക്ക് എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും റെഡിയാണല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന ജാലവിദ്യ റോക്ക് കട്ടിംഗ് മാജിക് ആണ്. നമ്മളൊരു കാര്യം ചെയ്യും, ഇതൊന്ന് എക്സ് ആക്കണം. അതിനുവേണ്ടി മോളതൊന്ന് കട്ട് ചെയ്തേ. ഇവിടെ ഒന്ന് കട്ട് ചെയ്തേ. പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രിയും കുടുക്കിൽ കുടുങ്ങി. വിധിച്ചതോ ഈ പടക്കളം, കളിക്കണം, ഇത് കളിക്കണം. ലോകത്ത് എന്ത് വിഷയമുണ്ടായാലും പ്രതികരിക്കുന്ന ആളാണ് സഖാവ് ഉഴവൂർ ഗാന്ധിജി. ലോ കോളേജ് സമരത്തിലൊടുവിൽ ഉഴവൂർജി പ്രതികരിച്ചിരിക്കുന്നു. പിണറായിയുടെ സ്വന്തം ആളായതുകൊണ്ട് വളരെ കരുതിയാണ് പ്രതികരണം. എന്തിനാണ് ദിവസവും രാവിലെ ലക്ഷ്മി നാരായണ ലക്ഷ്മി നാരായണ എന്ന് ജപിക്കുന്നത് എന്നാണ് ഉഴവൂർ ഗാന്ധി ചോദിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ലക്ഷ്മി നാരായണ ലക്ഷ്മി നാരായണ, ലക്ഷ്മിയുടെ അച്ഛനാണ് നാരായണൻ നായർ, അതുകൊണ്ടായിരിക്കാം അങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലക്ഷ്മി നായരുടെ ഡിഗ്രി അന്വേഷിക്കണമെന്ന് പറയുന്ന UDFന്റെ നേതാക്കന്മാർ ലോ അക്കാഡമിയിൽ പഠിച്ചിട്ടുള്ളവരുടെ ഉത്തരക്കടലാസ് വീണ്ടും ഒന്ന് പരിശോധിച്ചാൽ അവർ എവിടെ പോകും? ജയിലിൽ പോകുമെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ നാട്ടിന് അറം പറ്റിയെന്ന് വരാതിരിക്കാൻ. നാക്ക് അറം പറ്റണ്ട. എന്നാലും അവർ ജാതിപ്പേര് വിളിച്ചത് ഒരു തെറ്റല്ലേ ഉഴവൂർജി? പ്രിൻസിപ്പലാകുമ്പം പിള്ളേരോട് ചിലപ്പം ജാതിപ്പേര് വിളിച്ചെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണമെന്നേ. ഇത് നിയമം എഴുതി വെച്ചിട്ടില്ലേ? ശിക്ഷിക്കണം. 2 കൊല്ലം മുമ്പ് ജാതിപ്പേര് വിളിച്ചായിരുന്നാണ് പറയുന്നത്. ഞാൻ കേട്ടില്ല, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ കുട്ടി പരാതി കൊടുത്തെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, ശിക്ഷിച്ചോട്ടെ, ജയിലിലടച്ചോട്ടെ, ഏതാ വകുപ്പ് വെച്ചോ അത് കൈകാര്യം ചെയ്തോട്ടെ. നീ ലക്ഷ്മി നായർ എന്ന് വിളിച്ചതിൻ്റെ പേരിൽ ജാതിപ്പേര് വിളിച്ചെന്ന് പറഞ്ഞ് മറ്റവരെ ആരെയെങ്കിലും ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതും ശിക്ഷിച്ചോട്ടെ. ഒരു ജാതിപ്പേരും വിളിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങൾ ഈ ജാതിയിൽ വിശ്വസിക്കാത്തവരാണ്. ജാതിപ്പേര് വിളിച്ചുകൊണ്ട് നടന്നവരെല്ലാം ഇപ്പോൾ വഴിയാധാരമായിട്ടുണ്ടല്ലോ. അത് വെള്ളാപ്പള്ളിയെ ഉദ്ദേശിച്ചായിരിക്കും. അത് പോട്ടെ. ഈ മുരളിമാർ നിരാഹാര സമരം നടത്തുന്നതിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? വി മുരളീധരനാണ് ആദ്യം കിടന്നത് നിരാഹാരം. പിള്ളേർ സമരം ചെയ്യുന്നിടത്ത് എന്തിനാ ഈ പ്രായമായവർ പോകണ്ടേ? വല്ല കാര്യമുണ്ട്? കോളേജിലൊക്കെ സമരം എന്ന് പറഞ്ഞാൽ പിള്ളേർ ചെയ്യട്ടെന്നേ. അവർ പറയാനുള്ളത് പറയട്ടെ. അതിലൊന്നും ഒരു തെറ്റൊന്നുള്ള കാര്യമില്ല. ഏത് സംഘടനയാണേലും അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. അത് സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അതിന് മര്യാദയില്ലേ? മഹാത്മാഗാന്ധി അപമാനിക്കുന്നതല്ലേ ലാഘവോ? കുളിച്ച് കുറിയൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് സിനിമ സ്റ്റൈലിൽ സുരേഷ് ഗോപിയൊക്കെ വരുന്നത് പോലെ അല്ലേ, മമ്മൂട്ടി വരുന്നത് പോലെ ഒരു സ്റ്റൈലിൽ വന്ന് കിടക്കുക. എങ്ങനെയാണോ ഗാന്ധിജി നിരാഹാരം കിടന്നത്? എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചാനലുകാരെ കാണുമ്പോൾ ചാടി എണീറ്റൊന്ന് പ്രതിഷേധിക്കുക. നിരാഹാരം കിടക്കുന്നവൻ അങ്ങനെ ചാടി എണീക്കാൻ പറ്റുമോ? അപ്പോൾ ഒരല്പം ആഹാരം കഴിച്ചു കാണാം. ബീഫാണ് കഴിച്ചതെന്നൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ കണ്ടില്ല, പിന്നെ എങ്ങനെയാണ് ബീഫ് കഴിച്ചതെന്ന് പറയാൻ പറ്റിയല്ല. ഏതായാലും
പലരും പറഞ്ഞു നിരാഹാരം നിരന്തരാഹാരമാണ് എന്നൊക്കെയുള്ള ഒരു സ്റ്റൈലിൽ ഒരു ഫോട്ടോയിലൊക്കെ ഇങ്ങനെ കാണുകയുണ്ടായി. ചിലപ്പോൾ ഇനി വേറെ എന്തിനേലും പോയതായിരിക്കും, വല്ല മൂത്രമൊഴിക്കാനോ എല്ലാം പോയതായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളറിയാൻ മേലാത്ത കാര്യത്തെക്കുറിച്ച് പറയുന്നത് ശരിയല്ല. ഏതായാലും സത്യാഗ്രഹം ഇരിക്കുന്ന ആൾ എഴുന്നേറ്റ് പോകാറ് പതിവില്ല. അവിടെ കിടക്കുക, രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ എഴുന്നേൽക്കുകയുള്ളൂ. ജീവൻ പോലും ബലിയർപ്പിച്ച് നടത്തേണ്ട ഒരു സമരമാണ് സത്യാഗ്രഹം. ഒരു മുരളി കിടന്നപ്പോൾ മറ്റേ മുരളി ഒന്ന് മുരണ്ടു. ഞാനും കിടക്കും, ഇവിടെ ഒരു മുരളിയേ ഉള്ളൂ, ഒന്ന് കാണിച്ചു തരാം എന്നുള്ള നിലയിൽ സ്വന്തം അച്ഛൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മകൻ ഇത് സത്യാഗ്രഹത്തിലേക്ക് വരുന്നു. അത് ചരിത്രമാണെങ്കിലും അവർക്കൊപ്പം ഒരുപാട് പേരുണ്ട്, അത് മറക്കണ്ട. സമരപ്പന്തൽ വന്ന് മുരളിയെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, മുരളി അപ്പോൾ ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുക. വലിയ എന്തൊരു സ്നേഹമെന്നറിയാമല്ലോ. സുധീരൻ വരുന്നു, ഓരോരുത്തരും ഓരോ നായകന്മാരിങ്ങനെ ഓരോ വേഷമിട്ട് പ്രസ്താവന കൊടുക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം ഇതാണെന്ന് കരുതി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് BJPയും കോൺഗ്രസും സയാമീസ് ഇരട്ടകളെ പോലെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ ചെയ്താലും വിട്ടുമാറാത്ത സ്നേഹമാണ്. ഞങ്ങൾ ആ നോട്ട് വിവാദമൊക്കെ വന്നപ്പം ഈ സുധീരനോട് പറഞ്ഞതാണ്, സുധീര നമുക്ക് ഒന്നിച്ചു പോകാം, കാര്യം എന്നാ പറഞ്ഞാലും നിങ്ങളുടെ കയ്യിരിപ്പ് ശരിയല്ല, എന്നാലും നമുക്ക് ഒന്നിച്ചു പോകാം, ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ പോകുന്നത്. അപ്പോൾ സുധീരൻ പറഞ്ഞു അങ്ങനെ പോകാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങളുടെ പാർട്ടി അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം കുമ്മനം ചേട്ടനെ കാണുമ്പോൾ ഒറ്റ പിടുത്താണ്. കുമ്മനഞ്ചാട്ടിൻ്റെ കുങ്കുമക്കുറി സുധീരൻ്റെ നെറ്റിയിലോട്ടാണ് വരുന്നത്. അങ്ങനെയാണ് കോബി സഖ്യം ഉണ്ടായത് എന്നാണ് ഉഴവൂർ പറഞ്ഞു വരുന്നത്. ഇനി നമ്മൾ ജേക്കബ് തോമസിലേക്ക് പോവുകയാണ്. വിജിലൻസ് ഡയറക്ടറെ ഓടിക്കാൻ നോക്കിയവർക്ക് കോടതിയായിട്ട് കൂച്ചുവിലം കിട്ടിയിരിക്കുന്നു. 4-ൽ 3 കേസിലും ജേക്കബ് തോമസിനെതിരെ അന്വേഷണം വേണ്ടെന്ന് മൂവാറ്റുപുഴ കോടതി പറഞ്ഞു വെച്ചു. അതുകൊണ്ട് പച്ചപ്പനങ്കിളി തത്തയ്ക്കും നല്ലത് പറയാനുണ്ട്. മിസ്റ്റർ ജോസഫ് അലക്സ്, നിങ്ങൾ ഈ ഫയൽ കണ്ടോ? ചാർജ് എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളെക്കുറിച്ച് സർക്കാരിന് ലഭിച്ച പരാതികളാ ഇത് നിറച്ചു. ഒന്ന് ഓടിച്ചു നോക്കിയാൽ അറിയാം, യു ആർ ടു മച്ച്. ഇയാളോട് ഇങ്ങനെ മൈൽഡായിട്ട് കാര്യമൊന്നുമില്ല. ഫോറൻസിക് സെന്ററിലെ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ നിർദ്ദേശിച്ചനുസരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടായത്. അതായത് വായിച്ചു മെനക്കെടണമെന്നില്ല സർ. ക്രമസമാധാന പ്രശ്നങ്ങളിൽ വഴിവിട്ട തിടുക്കം, ഡേ ടു ഡേ ഇഷ്യൂസിൽ പോലീസിന്റെയും മറ്റുദ്യോഗസ്ഥ പ്രമാണിമാരുടെയും മുറയിൽ പറ്റിച്ചു കളയുന്ന തരത്തിലുള്ള മേൽക്കോയ്മ ശ്രമം. ഓൾ ടുഗദർ ആൻ ഇഗ്നോമിനിയസ്, ഇംപെർട്ടിനന്റ്, ഇംപ്രൂഡന്റ് ആൻഡ് ഇക്കണോക്ലാസ്റ്റിക് ഓഫീസർ. നിന്ദിനും തെമ്മാടിയും അവിവേകിയും പിന്നെ മാമൂലികളെ ധിക്കരിക്കുന്നവൻ, ഇദ്ദേഹത്തെ പോലുള്ള പൊതുപ്രവർത്തകർക്ക് പുല്ലുവില കൽപ്പിക്കാത്തവൻ. ഇതൊക്കെയല്ലേ സാർ കൺക്ലൂഷൻസ്? അങ്ങനെ നാവിട്ടടിച്ച് കേമനാവാൻ നോക്കണ്ട. കം ടു ദ പോയിന്റ്. ലെറ്റ്സ് നോട്ട് ഡെൽവ് ഇൻടു ദ ഡീറ്റെയിൽസ്. ഇനി പറഞ്ഞാൽ എന്റെ ഈ നാവ് കൂടെ നാറും. ഒരു അനുരഞ്ജനം എന്ന നിലയ്ക്ക് ഞാൻ അവസാനമായിട്ട് പറയുക, ഡൽഹിയിൽ ഒരു നല്ല പോസ്റ്റ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സസിൽ അഡീഷണൽ ഡയറക്ടർ. തന്റെ ഈ ടേസ്റ്റിന് ചേരും. പ്രോപ്പർ ചാനലിൽ ഞാനൊന്ന് ശുപാർശ ചെയ്താൽ. വേണ്ട സർ, അവനവൻ ആവശ്യമെന്ന് തോന്നുമ്പോൾ മാത്രം അങ്ങ് പുറത്തെടുക്കുന്ന ഈ സൂത്രം ഉണ്ടല്ലോ, ഒരുമാതിരി ആവണക്കണയിൽ കടവിറങ്ങിയവന്റെ നയം. അനുരഞ്ജനം, ഐ വുഡന്റ് ബൈറ്റ് ഇറ്റ്. എന്നെ നാട് കടത്താനാണ് ഉദ്ദേശമെങ്കിൽ യു പ്രൊസീഡ് വിത്ത് ദാറ്റ്. യു ടേക്ക് ഇറ്റ് ഫ്രം മീ. അല്ലെങ്കിൽ എപ്പോഴും ഒരു എല്ല് കൂടുതലായി അയാൾക്ക്. കളി എന്നോടും വേണ്ട സർ. No, why? Because I have an extra bond. As you said, ഒരു എല്ല് കൂടുതലാണ് എനിക്ക്. And don't you ever learn to forget that. അപ്പോൾ ഒരു കാര്യത്തിൽ ഉറപ്പായി, കാലാവധി തീരാൻ വലിയ സമയം ബാക്കിയില്ലാത്ത വിജിലൻസ് ഡയറക്ടർ ബാക്കിയുള്ള സമയം കൊണ്ട് ചിലരുടെയൊക്കെ കട്ടയും പണവും മുടക്കുമെന്നത് ഉറപ്പായി. ഇനി ഇടവേളയാണ്. അത് കഴിഞ്ഞാൽ UDFന്റെ കല്യാണ യോഗവും മുരളീധരൻ്റെ പട്ടിണി യോഗവും.